Good evening friends, welcome back to our YouTube channel Cascade of Maths. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 7th ചാപ്റ്ററായ ഷോർട്ട് ഹാൻഡ് മാത്തിൻ്റെ പാർട്ട് 4th വീഡിയോ ആണ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ട്രാക്ഷൻ മെത്തേഡാണ്. പാർട്ട് 3ൽ നമ്മൾ അഡിഷൻ മെത്തേഡ് ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡിഷനാണ്. ആൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ട്രാക്ഷനുമാണ്. നിങ്ങൾ ഈ ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കിക്കേ. ചോദ്യം എന്താണ് പറയുന്നത്? ഗോപു ഹാസ് 110 rupees in his ക്യാഷ് ബോക്സ്. ഗോപുവിന് എത്ര രൂപയാണ്? 110 രൂപയുണ്ടല്ലേ. ഹി ടുക്ക് ഔട്ട് 15 rupees ടു ബൈ എ പെൻ. എത്ര രൂപ എടുത്തു? 15 rupees എടുത്തു. ഹി ബോട്ട് എ പെൻ ഫോർ 10 rupees. എന്നിട്ട് എന്ത് ചെയ്തു? 15 രൂപയിൽ 10 രൂപയ്ക്ക് ഒരു പെൻ വാങ്ങിച്ചു. ആൻഡ് പുട്ട് ദി റിമൈനിങ് 5 rupees ഇൻ ദി ബോക്സ്. ആൻഡ് ബാക്കി വന്ന 5 രൂപ തിരിച്ചുകൊണ്ട് ഇട്ടു. ഹൗ മച്ച് മണി ഈസ് ദെയർ ഇൻ ദി ബോക്സ്? എങ്കിൽ ബാക്കി എത്ര രൂപയാണ് പെട്ടിയിലുള്ളത് എന്നാണ് ചോദ്യം. അപ്പം എന്താണ്? മൊത്തം ഉണ്ടായിരുന്നത് 110 രൂപയാണ്. അതിൽ നിന്ന് എത്രയാണ് ഗോപു പുറത്തെടുത്തത്? 15 രൂപ. അപ്പം 110ൽ നിന്ന് 15 കുറച്ചാൽ എത്രയാണ് കൂട്ടുകാരെ? 110ൽ നിന്ന് 15 കുറച്ചാൽ നമുക്ക് ബാക്കി 95 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ ഗോപു 15 രൂപ എടുത്തിട്ട് പോയപ്പോൾ ബാക്കി പെട്ടിയിലുണ്ടായിരുന്നത് 95 രൂപയാണ്. പിന്നെ എന്ത് ചെയ്തു ഗോപു? ഈ 95 രൂപയുടെ കൂടെ ബാക്കി വന്ന 5 രൂപയും കൂടെ ഗോപു എന്ത് ചെയ്തു? തിരിച്ച് ആഡ് ചെയ്തു. തിരിച്ച് ആഡ് ചെയ്തു. അപ്പോൾ ആൻസർ എത്രയായി? 100 ആയി. അപ്പോൾ ലാസ്റ്റ് തിരിച്ച് 5 രൂപയും കൂടെ ആഡ് ചെയ്തപ്പോൾ ബോക്സിൽ 100 രൂപ ഉണ്ടായിരുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിപ്പോൾ 2 സ്റ്റെപ്പ്. ഇതിപ്പോൾ ഒറ്റ സ്റ്റെപ്പാക്കി നമ്മൾ എഴുതുവാണെങ്കിൽ 110 രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 15 രൂപ ഗോപു എടുത്തു. എന്നിട്ട് ബാക്കി വന്ന 5 രൂപ തിരിച്ചു വെച്ചു. ആണല്ലോ? 110 മൈനസ് 15 പ്ലസ് 5. 110 മൈനസ് 15 95. 95 പ്ലസ് 5 100. ഇങ്ങനെയാണ് നമ്മൾ ഇപ്പം പറഞ്ഞ രീതിക്ക് ഇത് എഴുതുന്നത്. ഇത് ആദ്യത്തെ രീതി. ഇങ്ങനെ രീതിയിൽ എഴുതി. ഇനി രണ്ടാമത് രീതിയും കൂടെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്കറിയാം. ഗോപു എത്ര രൂപ എടുത്തു? 15 രൂപ എടുത്തു. എത്ര രൂപയുടെ പെന്നാണ് വാങ്ങിച്ചത്? 10 രൂപ. 15ൽ നിന്ന് 10 കുറച്ചാൽ 5 രൂപ. ആണല്ലോ? ഓക്കെ അല്ലേ? 5 രൂപ ബാലൻസ് വന്നു. ഇനി നമുക്ക് മൊത്തം എത്ര ഉണ്ടായിരുന്നു? 110 രൂപ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് 15 രൂപ എടുത്തു. 15 രൂപ എടുത്തു. 10 രൂപയ്ക്ക് പെൻ വാങ്ങി. ബാക്കി എത്ര രൂപ? 5 രൂപ. ഇങ്ങനെയാണല്ലോ. ഇനി രണ്ടാമത്തേന്ന് പറയുമ്പോൾ 110 രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഗോപു എത്രയാണ് ചെലവാക്കിയത്? 15 രൂപ എടുത്തെങ്കിലും ഗോപു എത്രയാണ് ചെലവാക്കിയത്? 10 രൂപയെ ചെലവാക്കിയുള്ളൂ അല്ലേ? ആ 10 അങ്ങ് കുറച്ചേ നിങ്ങൾ. അപ്പോൾ എത്ര കിട്ടി? 100 രൂപ കിട്ടി. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ കൂട്ടുകാരെ? അപ്പം ഇത് 2 രീതിക്കും നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാം. ഇനി ഈ ചോദ്യം നമ്മൾ ചെയ്ത രീതിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കാം. ഓക്കെ അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറയുന്നത്? ഇതുപോലെ ഒരു അഡിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ, if we subtract a larger number and then add a smaller number എന്നാണ് പറയുന്നത്. ആദ്യത്തെ പാർട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നമ്പറിൽ നിന്ന് നമ്മളൊരു വലിയ നമ്പർ കുറച്ചു, എന്നിട്ട് അതിലോട്ടൊരു കുഞ്ഞു നമ്പർ ആഡ് ചെയ്തു. ഇതാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഓർ അല്ലെങ്കിൽ subtract the difference of the smaller from the larger, either way we get the same result എന്നാണ് പറഞ്ഞിരിക്കുന്നത്. or subtract the difference of the smaller from the larger, either way we get the smaller result. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ സബ്ട്രാക്ട് ചെയ്ത വലിയ സംഖ്യയുടെയും ആഡ് ചെയ്ത ചെറിയ സംഖ്യയുടെയും ഡിഫറൻസ് എടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുത്തിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. ഇത് രണ്ടും എന്ന് പറയുന്നത് എന്താണ്? ഒരേ വാല്യൂ തന്നെ നമുക്ക് തരും. നമുക്ക് ഒന്ന് എഴുതി അൽജിബ്ര ഫോമിൽ ഇവർ തന്നിട്ടുണ്ടല്ലേ. ഒരു നമ്പർ എക്സ്, അതിൽ നിന്നൊരു വൈ കുറച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? ഇസഡ് ആഡ് ചെയ്തു. ഇത് പറഞ്ഞ അനുസരിച്ച് വൈ വലുതും ഇസഡ് ചെറുതുമാണ്. ഇനി നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് എന്തിനു തുല്യമെന്ന് പറഞ്ഞു? ആ എക്സ്, അവിടെ ഉള്ള ആ എക്സ് എന്ന് പറയുന്ന സംഖ്യയിൽ നിന്നും എന്ത് ചെയ്യുക? വൈയുടെയും ഇസഡിൻ്റെയും വ്യത്യാസം കുറയ്ക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്?
y ഇസഡിനേക്കാളും വലുതായിരിക്കണം എന്ന കണ്ടീഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ഇനി നമുക്കിതെന്ന് എഴുതിയേക്കാം. ലെറ്റ് എക്സ് ബി ദി ഫസ്റ്റ് നമ്പർ, ഇനി y ബി ദി സെക്കൻഡ് നമ്പർ ആൻഡ് z ബി ദി എന്താണ് തേർഡ് നമ്പർ. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? y ഗ്രേറ്റർ ദാൻ z ആണല്ലോ. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കും പോലെ നോക്കിയാലോ. ഒരു നമ്പർ ഉണ്ട് എക്സ്, അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു നമ്പർ കുറച്ചു, വലിയ നമ്പർ കുറച്ചു, അത് y ആണ് ആണല്ലോ. ഇനി എന്ത് ചെയ്തു? ഇവരിനോട് ഒരു കുഞ്ഞു നമ്പർ ആഡ് ചെയ്തു, ഇതിനോട് എന്ത് ചെയ്തു? ഒരു കുഞ്ഞു നമ്പറായ ഇസഡ് ആഡ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കിക്കേ. എക്സ് എന്ന് പറയുന്നൊരു സംഖ്യയുണ്ട്, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്റ്റ് ചെയ്യും. ആരെ? വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസത്തെ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യും. ഇത് രണ്ടാമത്തെ പാർട്ട്. ഇതെന്ന് പറയുന്നത് രണ്ടും തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1ഉം 2ഉം തുല്യമാണ്. ഇവർ ഈ രണ്ട് രീതി ചെയ്താലും ഉത്തരം സെയിമാണ്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ. നിങ്ങൾ നോക്കിക്കേ, എൻ്റെ എക്സ് എന്ന് പറയുന്നത് 10 y എന്ന് പറയുന്നത് 5 ഇസഡ് എന്ന് പറയുന്നത് 2. ഓക്കെ, ഞാനിനി ചെയ്യാൻ പോവാണ്. എക്സ് എന്ന് പറയുന്നത് 10 y എന്ന് പറയുന്നത് 5 ഇസഡ് എന്ന് പറയുന്നത് 2 എങ്കിൽ ഞാൻ ആദ്യത്തെ ഫോം വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് അല്ലേ. എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുമ്പോൾ എക്സ് എത്ര? 10 മൈനസ് എത്രയാണ്? y 5 പ്ലസ് 2 അല്ലേ. 10 മൈനസ് 5 5 പ്ലസ് 2 7 എന്ന് ഉത്തരം കിട്ടി. ഇനി രണ്ടാമത്തെ സെറ്റ് വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എക്സിൽ നിന്ന് വൈയുടെയും ഇസഡിൻ്റെയും വ്യത്യാസം കുറയ്ക്കുന്നു അല്ലേ. എക്സ് എത്രയാണ്? 10 മൈനസ് വൈ എത്രയാണ്? 5 മൈനസ് 2. ഓക്കെ അല്ലേ. 10 മൈനസ് 5 മൈനസ് 2 3. 10 മൈനസ് 3 7. ഓക്കെ അല്ലേ കൂട്ടുകാരെ. ഈ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ അൾജിബ്രായിക് ഫോമും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. നമുക്കിനി ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഈ ചോദ്യം നിങ്ങളൊന്ന് നോക്കിക്കേ. വാട്ട് ഇസ് 99 സബ്ട്രാക്റ്റഡ് ഫ്രം 237? എങ്ങനെയാണ് 99 സബ്ട്രാക്റ്റഡ് ഫ്രം 237? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടായിരുന്നു 99 ആഡഡ് ടു ഒരു നമ്പർ എന്ന്. അതേ മെത്തേഡിൽ ചെയ്യാനാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 237 നിന്നും 99 കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം 99നെ നമ്മൾ എന്ത് ചെയ്യും? 100ൻ്റെ ടേംസിലാക്കും. 100ൻ്റെ ടേംസിലാക്കുമ്പോൾ ഇത് എങ്ങനെ എഴുതാം? 237 മൈനസ് 100 മൈനസ് 1 അല്ലേ. 100 മൈനസ് 1 അല്ലേ കൂട്ടുകാരെ. ഇനി നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 237 മൈനസ് 100. ഈ മൈനസും മൈനസും പ്ലസ് ആകും, മൈനസും ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് 1 എന്നാകും. ഓക്കെ അല്ലേ. ഇനി പറഞ്ഞു 237 മൈനസ് 100 137 പ്ലസ് 1. നമ്മുടെ ആൻസർ എത്രയാണ് കിട്ടുന്നത്? 138 എന്ന് കിട്ടും. ഓക്കെ അല്ലേ കൂട്ടുകാരെ. ഇങ്ങനെ 99ൻ്റെ കേസൊക്കെ വരുമ്പോൾ 99 98 ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഈ രീതിക്ക് ചെയ്യാം. ഓക്കെ, 100ൻ്റെ ടേംസിലോട്ട് മാറ്റിയിട്ട് ചെയ്യാൻ നോക്കുക. വേറെ ഒരു വ്യത്യാസമില്ല. അഡിഷൻ ചെയ്ത അതേ സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ്. അഡിഷന് പകരം സബ്ട്രാക്ഷൻ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. നമുക്കിനി എക്സസൈസിലോട്ട് പോകാം. ഓക്കെ, എക്സസൈസ് ചോദ്യം നോക്കിക്കേ. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. 135 മൈനസ് 73 പ്ലസ് 23 എന്നാണ് ചോദ്യം ആണല്ലോ. ഇതിപ്പോൾ ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ഫോർമാറ്റിലോട്ട് മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ എങ്ങനെ എഴുതും? 135
മൈനസ് 73 മൈനസ് 23 എന്നാകും. ഇനി നോക്കിക്കേ, 135 മൈനസ് 73 മൈനസ് 23 എന്ന് പറയുന്നത് 50 135 മൈനസ് 50 എന്ന് പറയുമ്പോൾ 85 എത്രയാണ്? 85 ഓക്കെ അല്ലേ കൂട്ടുകാരെ? ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ, 38 മൈനസ് 8 പ്ലസ് അര എന്നാണ്. ഇതും ഏത് ഫോർമിലാണ്? എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് ഫോം. ഇതിനെ നമുക്ക് എങ്ങോട്ട് മാറ്റാം? എക്സ് മൈനസ് വൈ മൈനസ് ഇസഡിലോട്ട് മാറ്റാം. ഇനി മാറ്റിക്കേ, 38 മൈനസ് 8 മൈനസ് അര എന്ന് പറയുമ്പോൾ 38 മൈനസ് 8 മൈനസ് അര 8. അപ്പോൾ 38 മൈനസ് 8 30. ഓക്കെ അല്ലേ? ഇനി 19ാമത്തെ ചോദ്യം നോക്കിക്കേ. 19 അല്ല, 3ാമത്തെ ചോദ്യം നോക്കിക്കേ. 19 മൈനസ് 6.5 പ്ലസ് 2.5. ഇത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ ഫോം എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് അല്ലേ? ഇതിനെ എങ്ങോട്ട് മാറ്റും നമ്മൾ? എക്സ് മൈനസ് വൈ മൈനസ് ഇസഡിലോട്ട് മാറ്റും. ഓക്കെ അല്ലേ? മാറ്റിക്കേ, 19 മൈനസ് 6.5 മൈനസ് 2.5 അല്ലേ? 19 മൈനസ് എത്രന്ന് കിട്ടും? 6.5 മൈനസ് 2.5 4 വരും. അപ്പോൾ 19 മൈനസ് 4 ആൻസർ 15. ഓക്കെ അല്ലേ? ഈ 4ാമത്തെ ചോദ്യം നോക്കി, 135 മൈനസ് 35 മൈനസ് 18. പക്ഷെ ഇത് ഏത് ഫോർമിലാണ് കിടക്കുന്നത്? ഇത് കിടക്കുന്നത് എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ഫോമിലാണ്. അപ്പോൾ നമ്മൾ ഇത് എങ്ങോട്ട് മാറ്റണം? എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് ഫോമിലോട്ട് മാറ്റും അല്ലേ? ഈ മാറ്റിക്ക് എക്സ് 135 മൈനസ് വൈ 35 ബ്രാക്കറ്റ് പ്ലസ് 18. ഓക്കെ അല്ലേ? ചെയ്തേ. 135 മൈനസ് 35 100 പ്ലസ് 18 ആൻസർ 118. ഓക്കെ അല്ലേ? ലാസ്റ്റ് ചോദ്യം നോക്കിക്കേ, 240 മൈനസ് 40 മൈനസ് 13. ഏത് ഫോമാണ്? എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ്. എങ്ങോട്ട് മാറ്റും നമ്മൾ? അതെ, എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡിലോട്ട് മാറ്റും. അപ്പോൾ എഴുതിക്കേ, 240 എക്സ് മൈനസ് വൈ 40 പ്ലസ് ഇസഡ് 13. അപ്പോൾ 240 മൈനസ് 40 200 പ്ലസ് 13. ആൻസർ എത്ര കിട്ടി കൂട്ടുകാരെ? 213. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഒരു കാര്യവും കൂടെ പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്താണ് പറഞ്ഞിരുന്നത്? എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് എന്ന ഫോർമുലല്ലേ? ഇത് എന്തുകൊണ്ടാണ് എങ്ങനെയെന്ന് പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ ഈ ഒരു ടേം എടുത്തേ, എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ്. ഇനി ഈ ടേമിനെ നിങ്ങൾ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ, എഴുതിക്കേ എക്സ് മൈനസ് വൈ. ഈ മൈനസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ പ്ലസ് ഇസഡ് ആവും അല്ലേ? ഇനി ഇതിനൊരു ബ്രാക്കറ്റ് കൊടുത്താൽ പോരെ ഈ രണ്ട് ടേമിനും? എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ്. കണ്ടോ? രണ്ടും സെയിം ആയത് കണ്ടോ? ഇതുകൊണ്ടാണ് ഇതിട്ട് ചെയ്താലും നമുക്ക് ഉത്തരം ഒരുപോലെ വരുന്നത്. ചിലപ്പോൾ ഈ ഫോമിൽ കിടക്കുന്നത് ചിലപ്പോൾ ചെയ്യാൻ പാടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? തൊട്ട് ഇതിൻ്റെ അപ്പുറത്തെ ഫോമിലോട്ട് മാറ്റിയിട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ കൂട്ടുകാരെ? അങ്ങനെ നമ്മുടെ അടുത്ത ടോപ്പിക്കായ അഡിഷനും സബ്ട്രാക്ഷനും തീർന്നിട്ടുണ്ട്. ഇനി ഒരു ടോപ്പിക്കും കൂടെയാണുള്ളത്. സോ ഇനി അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആൻഡ് ദെൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന ടോപ്പിക്ക് കൂടെ ആകുമ്പോൾ നമ്മുടെ ഷോർട്ട് ഹാൻഡ് മാത്ത് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ആൻഡ് വീഡിയോസ്, ഈ ചാപ്റ്ററിൻ്റെ വീഡിയോസ് എല്ലാം ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി ഇന്ന് തന്നെ ചാപ്റ്റർ തീരുമ്പോൾ പ്ലേലിസ്റ്റ് ആക്കി ഇടുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോസ് ഫുള്ളും കാണുക, ചോദ്യങ്ങളൊക്കെ ചെയ്ത് തന്നെ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.